മുന്നിലെ തിരക്കേറിയ റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ് അർജുൻ. അവന്റെ മനസ്സ് മുഴുവൻ താൻ കാരണം പ്രയാഗ അപമാനിക്കപ്പെട്ടു എന്ന വിഷമമായിരുന്നു. പോവാം അർജുൻ. പ്രയാഗ അവിടേക്ക് വന്നു. അവൾ തന്റെ പുറകെ പുറത്തു വന്നതിൽ അർജുൻ അത്ഭുതപ്പെട്ടു. നീ എന്തിനാ പ്രയാഗ ഇത്രയും പെട്ടെന്ന് വന്നത്? അവരോട് സംസാരിക്കാനുള്ള നല്ല ചാൻസ് ആയിരുന്നില്ലേ അത്? അവൻ ചോദിച്ചു. നീ എന്റെ ഭർത്താവാണ് അർജുൻ. നിന്നെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നത് പോലെയാ. ഇനിയും എന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതാ നിനക്ക് പിന്നാലെ ഞാനും ഇറങ്ങിയത്. അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അപ്പോ അച്ഛന്റെ ബിസിനസ് കാര്യം? അവൻ ചോദിച്ചു. അറിയില്ല അർജുൻ, എന്തെങ്കിലും ഒരു വഴി കാണാം, വാ. അവൾ മുന്നോട്ട് നടന്നു, പിന്നാലെ അവനും. ഇരുവരും ഒന്നും മിണ്ടാതെ നടന്നു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, ഉറച്ച ശബ്ദത്തോടെ പ്രയാഗ പറഞ്ഞതും അർജുന്റെ കണ്ണുകൾ വിടർന്നു. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അർജുൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. നിനക്ക് മദ്യപിക്കുന്ന ശീലമില്ലെന്ന് എനിക്കറിയാലോ. ഇതെല്ലാം ഗൗതം മനഃപൂർവ്വം ചെയ്തതാ, പ്രയാഗ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ അർജുനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. നിനക്ക് എന്നിലുള്ള ഈ വിശ്വാസം ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല. ഒരിക്കലും ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല, അവൻ മനസ്സിലുറപ്പിച്ചു. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പ്രയാഗ സംസാരിക്കാൻ തുടങ്ങി. ഇതൊന്നും കണ്ട് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. അതിലിനി മാറ്റങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും എന്ത് മറുപടി പറയണം എന്നറിയാതെ അർജുൻ അവിടെ തന്നെ നിന്നു. പിന്നീട് അധികം വൈകാതെ തന്നെ ഇരുവരും വീട്ടിലെത്തി. അവിടെ എത്തുമ്പോൾ പ്രയാഗയുടെ അച്ഛനമ്മമാരായ മഹാദേവനും രേണുകാദേവിയും അവരെ കാത്ത് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അർജുനെ കണ്ടതും രേണുകയുടെ മുഖം ഇരുണ്ടു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു നാണവുമില്ലാതെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? അവർ അവനെ നോക്കി അലറി. ഫംഗ്ഷനിൽ നടന്നതൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ നീ? നാശം പിടിച്ചവൻ. നീ എന്ന് ഈ കുടുംബത്തിൽ കാലുകുത്തിയോ അന്നു മുതൽ തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. ഇന്ന് ആ ഫംഗ്ഷന് പോയതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാമോ? എന്റെ മോള് പണമുണ്ടാക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എല്ലാ പ്രതീക്ഷകളും തകർത്തത് നീ ഒറ്റ ഒരാളാണ്. രേണുക വളരെയധികം ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ഒന്ന് നിർത്തമ്മേ. എന്തറിഞ്ഞിട്ട് അമ്മ അർജുനെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവർക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് അർജുനെ ഒരു കാരണമാക്കി എന്നേയുള്ളൂ. പ്രയാഗ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഭ്രാന്താണോ പ്രയാഗ? ഇപ്പോഴും ഇവനു വേണ്ടി വക്കാലത്ത് പറയാൻ? ഇവൻ കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. ഇന്ന് അത്രയും പേരുടെ മുന്നിൽ നീ നാണം കെട്ടതും ഇവൻ കാരണമാണ്. എന്നിട്ട് നീ എന്തിനാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ദാരിദ്ര്യം പിടിച്ചവൻ എന്ന് നിന്റെ ജീവിതത്തിൽ വന്നോ അന്നു മുതൽ നമ്മുടെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടമായി. അവർ കലിയടങ്ങാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ഇനി എന്തു പറഞ്ഞാലും മനസ്സിലാവില്ലെന്നോർത്ത് അവൾ മിണ്ടാതെ നിന്നു. മഹാദേവനും ഒന്നും മിണ്ടിയില്ല. രേണുക അർജുനെ കാരണമില്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് അയാൾക്ക് വിഷമം തോന്നി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. രേണുകയുടെ ദേഷ്യം അപ്പോഴും അടങ്ങിയിരുന്നില്ല. അന്ന് സംഭവിച്ചതിനെല്ലാം അർജുനെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരുടെ സംസാരത്തിനെ തീരെ അവഗണിച്ചുകൊണ്ട് അർജുൻ തന്റെ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു. അവർ കഴിക്കാനുള്ള ഭക്ഷണവും പാത്രങ്ങളും വെള്ളവും എല്ലാം നിമിഷനേരം കൊണ്ട് ടേബിളിൽ നിരത്തി. ഡിന്നർ റെഡിയായിട്ടുണ്ട്, വരൂ. അവൻ എല്ലാവരെയും വിളിച്ചു. നീ ഇപ്പോഴല്ലേ അകത്തേക്ക് പോയത്? അതിനുള്ളിൽ എല്ലാം ശരിയാക്കിയോ? രേണുക സംശയത്തോടെ ചോദിച്ചു. ഞാൻ പോയിട്ട് കുറച്ചധികം സമയമായി. അമ്മ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. അവൻ അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. കുറച്ചു നേരത്തേക്ക് ഒന്നടങ്ങിയ രേണുക വീണ്ടും അർജുനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മോളെ, നിന്നോട് ഗൗതം പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് ഗൗരവമായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്ക്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രേണുക പ്രയാഗയോട് പറഞ്ഞു. അമ്മ, ഇനി മേലാൽ എന്നോട് ഈ കാര്യം പറയരുത്. ഇത് എന്റെ ജീവിതമാണ്. എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന്. അതുപോലെ അർജുനെ ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയും ഡിവോഴ്സ് ചെയ്യില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അതേ ഞാൻ ചെയ്യൂ. അവൾ അവരോട് ദേഷ്യപ്പെട്ടു. ഇനിയും ഇത് എത്ര കാലം തുടരും മോളെ? ഇവനെ ഉപേക്ഷിക്കുന്നതാണ് നിന്റെ ജീവിതത്തിന് നല്ലത്. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അമ്മ പറയുന്നത്? അതെന്താ മോൾക്ക് മനസ്സിലാവാത്തത്? ഇവൻ കാരണം നമ്മുടെ കുടുംബക്കാരെല്ലാം നമ്മളെ അകറ്റി നിർത്തിയേക്കുകയാണ്. ഇവനെ നീ ഉപേക്ഷിച്ചാൽ ചിലപ്പോൾ അവരൊക്കെ വീണ്ടും നമുക്കൊപ്പം ചേരും.
നമ്മുടെ കഷ്ടപ്പാടുകളും മാറും. അമ്മയുടെ വാക്കുകൾ കേൾക്കെ ഭക്ഷണം പാതിയിൽ അവസാനിപ്പിച്ച് ദേഷ്യത്തോടെ അവൾ മുറിയിലേക്ക് പോയി. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? എങ്ങനെയെങ്കിലും അവളെക്കൊണ്ട് ഈ ഡിവോഴ്സിന് സമ്മതിപ്പിക്കണം. പ്രയാഗ പോയതും അവർ മഹാദേവനോടായി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അയാളും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അവിടെ നിന്നും പോയി. അവർ പറയുന്നതെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അർജുൻ ഭക്ഷണം കഴിച്ച് വേഗം തന്നെ തന്റെ ജോലികൾ തീർത്ത് മുറിയിലേക്ക് പോയി. അർജുൻ മുറിയിൽ വന്ന് കട്ടിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. വർഷങ്ങളായി അവൻ വളർത്തിയെടുത്തൊരു ശീലമാണ് മെഡിറ്റേഷൻ. അത് അവന്റെ മനസ്സിന് ശാന്തി നൽകുകയും അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അന്നുണ്ടായ സംഭവങ്ങളിൽ പലപ്പോഴും അവന്റെ ഉള്ളിലെ ശക്തി ഉണരുന്നതായി അവന് തോന്നിയിരുന്നു. അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനും തന്റെ രഹസ്യം ആരെയും അറിയിക്കാതെ ഇരിക്കാനും അവൻ കുറച്ചധികം നേരം മെഡിറ്റേറ്റ് ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞതും അർജുൻ പതിയെ കണ്ണു തുറന്നു. അവൻ എഴുന്നേറ്റ് തന്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചുവെച്ച ഒരു ചെറിയ മരപ്പെട്ടി എടുത്തുകൊണ്ട് തന്റെ ബെഡിൽ വന്നിരുന്നു. അത് തുറന്ന് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു ഗോൾഡ് കോയിൻ എടുത്തു. അത് കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗുരു അർജുന് നൽകിയതാണത്. പേര് കേട്ട വർമ്മ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ആ കോയിൻ. അവരെക്കുറിച്ച് അറിയുന്ന ദിവസം മുതൽ അവന്റെ ജീവിതം മാറിമറയുമെന്നും അവന്റെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും അയാൾ പറഞ്ഞത് അവന് ഓർമ്മ വന്നു. എന്തോ വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെ അവന്റെ മുഖം വിടർന്നു. ആ കോയിൻ ഭദ്രമായി എടുത്തുവെച്ച് അവൻ അന്ന് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ എല്ലാ ദിവസവും പോലെ അർജുൻ വീട്ടുപണികളെല്ലാം തീർത്ത് തന്റെ ജ്യൂസ് കടയിലേക്ക് പോയി. വഴിയിൽ വെച്ച് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു കാർ അവന്റെ വഴിമുടക്കി മുന്നിൽ കൊണ്ടു നിർത്തി. ഇന്നും സ്വാമിയങ്കിളായിരിക്കുമെന്ന് കരുതി നിന്നതും കറുത്ത നിറത്തിലുള്ള ആ റോയൽ കാറിൽ നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി അവന്റെ മുന്നിൽ വന്നു നിന്നു. അയാളെ കണ്ടതും അർജുന്റെ മുഖമിരുണ്ടു. അവന്റെ അച്ഛൻ മംഗലത്ത് കാർത്തികേയനായിരുന്നു അത്. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടമായില്ല എന്നെനിക്ക് മനസ്സിലായി. എന്നോടുള്ള ഇഷ്ടക്കേടിന്റെ പേരിൽ നിന്റെ മുത്തച്ഛനെ ഇനിയും വേദനിപ്പിക്കണോ? ഒരു തവണ വന്ന് അദ്ദേഹത്തെ കണ്ടൂടെ അർജുൻ? നിന്റെ 2 അമ്മായിമാർക്കും പെൺമക്കളാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ കുടുംബസ്വത്തിന്റെ മുഴുവൻ അവകാശവും ഇനി നിനക്കാണ്. നീ മുത്തച്ഛന്റെ അടുത്തേക്ക് വരണം, കാർത്തികേയൻ പറഞ്ഞു. കൊള്ളാം. ഞാനും എന്റെ അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം എവിടെയാണ് എന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്തവർ ഇപ്പൊ സ്വത്തിന്റെ പേര് കേട്ടപ്പോൾ തേടി ഇറങ്ങിയത് കണ്ടില്ലേ? എനിക്ക് നിങ്ങളുടെ ഒരു സ്വത്തും വേണ്ട, പേരും വേണ്ട. നിങ്ങളൊക്കെ കൂടി അനുഭവിച്ചാ മതി, അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു. അർജുൻ, കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നിന്റെ നല്ല ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണ് നീ. നമ്മുടെ കുടുംബത്തിന്റെ ആസ്തി അത് എത്രത്തോളമാണെന്ന് നിനക്കറിയില്ല. ഒരുപാട് ബിസിനസ്സും പ്രോപ്പർട്ടീസുമായി ഒരു വലിയ സാമ്രാജ്യം തന്നെ നിന്റെ മുത്തച്ഛൻ കെട്ടിപ്പടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി നിനക്കാ. അയാൾ പറഞ്ഞതും, ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാ? ഞാൻ ഇതിലൊക്കെ വീഴുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അർജുൻ ചോദിച്ചു. നിന്റെ 2 അമ്മായിമാരും എപ്പോഴും അതിൽ കണ്ണും വെച്ചിരിക്കുകയാണ്. നിന്റെ മുത്തച്ഛന്റെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടാണ് ആ സ്വത്തുക്കൾ. അത് അവരുടെ കയ്യിലെത്തിയാൽ അവര് തീർച്ചയായും ധൂർത്തടിച്ച് തീർക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിനക്ക് കാണണോ? കാർത്തികേയൻ ചോദിച്ചു. അർജുൻ അയാളിൽ നിന്ന് മുഖം തിരിച്ചു. അവന് അയാളെ നന്നായി അറിയാം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് എനിക്കറിയാം. ഇപ്പൊ മുത്തച്ഛന്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് എന്നെ തേടി വന്നതെന്ന് പറയുന്നു. പക്ഷേ ഇയാൾ അവിടെയുള്ളപ്പോൾ എന്തിനാണ് ഈ സ്വത്ത് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.